അതപ്പുറത്തെ അടുപ്പത്തേക്ക് പിന്നല്ലോ അതിന് സ്പൂൺ കുഴപ്പമില്ല. പോയി ചിക്കി മാന്തി തിന്നാനുള്ള എല്ലാ ഫ്രീഡവും ഞാൻ തരുന്നു. ഒത്തുകൂടാതെ നിങ്ങളെല്ലാവരും പോയി വലിയവരായി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോയി വണ്ടിയൊക്കെ വെഞ്ചരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് പുറം ലോകം കാണിക്കാൻ പോവാണ്. ഇതുവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ലായിരുന്നു, ആ കൂടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. സണ്ണചേട്ടൻ അവരഴിച്ചു വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുക. ചേട്ടൻ ഇത് ലോക്കഡാണല്ലോ അല്ലല്ലേ? അഴിച്ചിട്ടില്ലല്ലോ? എല്ലാവരും ഓടി നടന്നോണ്ടിരിക്കുന്നു. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തേക്ക് തുറന്നുവിടാൻ പോവാം. ഞാൻ തീറ്റയൊക്കെ എടുത്തിട്ട് തുറന്നുവിടാം. ചേട്ടൻ പുറത്തിറക്കണേക്കാ മുമ്പ് ഇയാള് പുറത്തിറങ്ങും തോന്നണേ. തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ഇടായിരുന്നു. വെട്ടുണ്ട്, പക്ഷെ ഇച്ചിരി വെട്ടം വരുമ്പോ ഒരു പ്രകാശം വരുമ്പോ ഒരു ക്ലിയർ ആവുമ്പോ കാണുമ്പോ നമ്മൾ ഇന്നലല്ലേ പൊട്ടിക്കണത്. അപ്പൊ ഇനി ഫുള്ള് നിറക്കണ്ടേ? എല്ലാരും വെയിറ്റ് ചെയ്യാ തീറ്റയ്ക്ക് വേണ്ടി. ജോണിനെ ഇന്ന് അഴിച്ചുവിടരുത്തിട്ടാ. ജോൺ പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവര് വന്നപ്പോ തുടങ്ങി ജോൺ ഇവിടെ കാവലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാക്കില്ല. എന്നാലും ഇന്ന് ജെയ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അത് ഇവർ അയച്ചു വിട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ. അപ്പൊ എന്തായാലും അവന് കൂട്ടി കിടക്കട്ടെ അല്ലേ? ജോണിന്റെ മക്കളാണ് ഇവര്. മക്കളെ പോലെയാണ് ജോൺ നോക്കുന്നത്. കുഞ്ഞ് ഒച്ചയെടുത്താൽ ജോൺ ഓടിയൊന്ന് നോക്കും എന്താ പ്രശ്നം, എലി വന്നിട്ടുണ്ടോ, വേറെ കുറുക്കന്മാർ പുറത്തുണ്ടോ, ആ ഓടിയൊന്ന് ഇവിടെ നോക്കിയിട്ട് തിരിച്ചു പോകും വീട്ടിലേക്ക്. ഇവിടെ കിടക്കൂട്ടെ. ആദ്യത്തെ ഒരു 5-6 ദിവസം ഇവിടെ തന്നെയായിരുന്നു ആള് കിടക്കുന്നത്. ശരിയാ, ഇവിടെ ഇങ്ങനെ കിടക്കും. നമ്മള് ക്യാമറ കിടക്കുമ്പോൾ ആളിങ്ങനെ നോക്കി കിടക്കും. ഇനിയിപ്പോ പുറത്തേക്ക് വരെ വെയിറ്റ് ചെയ്യണതാണോ? മലമ്പാമ്പിന്റെ കഥ പറഞ്ഞാല് വലുതാവുന്നത് വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ തിന്നാ ചെറുതല്ല, വലുതായിക്കോട്ടെ. അവൻ കാവലിരിക്കുന്ന അവന് അങ്ങനൊന്നും ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ജോണിന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടല്ലേ? ഭയങ്കര വിശ്വാസം. ഒരു കോഴിക്ക് അട വെച്ചിട്ടുള്ള 6-7 മുട്ടാവുന്ന നിന്നു. ഞാനിവിടെ അടിയും പിടിയൊക്കെ നടക്കാൻ പോകണം. ഓട്ടകളൊക്കെ ഉണ്ടെന്ന് നോക്കിയാ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വലയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ടായിരുന്നു, വലയുടെ ഓട്ടങ്ങളൊക്കെ അടയ്ക്കാണ്ടായിരുന്നു. കാരണം ഇവന്മാർക്ക് പറക്കാനും മുകളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുകളിൽ കൂടെ എടുത്തതാ ചേട്ടൻ പറക്കണം എന്ന് പറഞ്ഞപ്പോ. ഇവര് സ്വതന്ത്രരാവുകയാണ്. കുഞ്ഞിതായി കൊണ്ടുവന്ന നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ അന്ന് അമ്മേനെ കൊണ്ട് നമ്മള് അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അതായത് ഗംഗാ ഹാച്ചറിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കൊണ്ടത്. അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ്. അത് ഏത് ചാനലിട്ടെ? ഒരു റിയൽ ലൈഫിലോ ഇക്കോണമില്ല അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ടായാലും നിങ്ങൾക്ക് ഇന്ന് മുതൽ പോയി ചിക്കി മാന്തി തിന്നാനുള്ള എല്ലാ ഫ്രീഡവും ഞാൻ തരുന്നു. ഒത്തുകൂടാതെ നിങ്ങളെല്ലാവരും പോയി വലിയവരായി. കുറെ തരണ്ട, ആവശ്യമുള്ള മുട്ട ഇട്ടായി. അതല്ലെങ്കിൽ അത്ര തരുള്ളൂ. നമ്മൾ കുറെ പറഞ്ഞാൽ ആവശ്യത്തിന് തരുള്ളൂ. യു ആർ ഫ്രീ ആവണില്ലല്ലോ. അവർക്ക് അറിയില്ല പുറം ലോകം എന്താന്ന് അവർ കണ്ടിട്ടില്ല. അന്ന് അവിടെ പോയിട്ടൊന്ന് ഓടിപ്പിക്കായിരുന്നു. പിച്ച വെച്ച് വരുന്നുള്ളവര് ആരെ പുറത്തേക്ക് ഇറങ്ങണേ നോക്കട്ടെ ആദ്യം. ചേട്ടന്റെ കാലുമ്പോ കുത്തിയാലൊന്ന് കുത്തിയല്ലോ. വാർത്തകള് പ്രശ്നം ഉണ്ടാക്കോ? ഇവരൊക്കെ അങ്ങനെ കണ്ടു വളർന്നവരടി. അവർക്ക് പോണ്ടാന്ന് ഞാൻ ചൂലിട്ട് ഓടിക്കാം. വലിയ കോഴികൾ നോക്കാം. എന്റെ സാമ്രാജ്യത്തേക്ക് പുതിയ പടയാളികളോ? ദിവന്മാര് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഒരു സംശയം. എന്നെ കൊത്താൻ വന്നാണോ? വരുന്നില്ല ചേട്ടാ. ഞാൻ അവിടെ നിന്ന് ഓടിപ്പിക്കാം. ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പിക്കാം.
എന്തെങ്കിലും സാധനം വേണല്ലോ. അയ്യോ ഈ അർബാൻ മാറ്റായിരുന്നു. അതെ ഒരു കാര്യം പറയട്ടെ, നീ ഈ വാതില് പതുക്കൻ അടയ്ക്കാം. അപ്പുറത്തെ ഈ വാതില് പതുക്കൽ കാര്യം വാതില് പതുക്കൻ പതുക്കൻ ചാരിട്ട് അവിടെ ഉള്ളവരെ പുറത്തേക്ക് ആട്ട്. എന്തെങ്കിലും സാധനം വേണമായിരുന്നു. എനിക്ക് പേടിയാവും. ഈ വാതിൽ ചാരി ചാക്കിടുന്നോ ചാക്കിടുന്നോ പതുക്കാൻ വെച്ചിട്ടോ പേടിക്കല്ലേ. ഇത് ആദ്യത്തെ ഒരു പ്രശ്നമാണ്. നാളെ ഒരു ഓടും. ഞാൻ മേടിക്കുന്നല്ല, അത് എന്നെ മേടിക്കണം. അടച്ചു വെച്ചാ അപ്പൊ നമ്മുടെ കോഴിക്കുട്ടന്മാരെല്ലാവരും ഇതേ പുറത്തേക്ക് ഇറക്കി. പോട്ടെ 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 എല്ലാവരും പോ. ഇത് ഞാൻ വാത്തകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കൂടണ്ടോ, ഞാൻ സ്വന്തമായി നിർമ്മിച്ച കൂടാണ്. പക്ഷെ വാത്തകൾ ഇതുവരെയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് താൽക്കാലികമായൊരു സെറ്റപ്പ് ഷെഡ് ഞാൻ കല്ലൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് അഭയം തേടിയേക്കുന്നത്. അപ്പോൾ ഇവരിനി ഒന്ന് നമ്മുടെ കോഴിക്കൂടുമായി അവർ അഡ്ജസ്റ്റ് ആവണം. എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടണം. അപ്പോൾ അതുവരെ അവരിങ്ങനെയൊക്കെ കിടക്കാം. ഇനി വരും ദിവസങ്ങളൊക്കെയാണ് ഇവരിൽ വയ്യായകളും ഇതൊക്കെ ഉണ്ടാവുക. കാരണം ഇത്ര നാൾ ഇവർ ഒരേ ഫുഡ് കഴിച്ച് ഒരേ സ്ഥലത്ത് എല്ലാവരും ഒരേ ഇതിൽ നിന്നവരാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങി ഇനി മഴ നനയും. അങ്ങനെ 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 കുറേ കാലഘട്ടത്തിൽ കൂടെ അവർ കടന്നു പോകേണ്ടതുണ്ട് ഇനി. അപ്പം എല്ലാവരും അവന് കണ്ടിട്ട് സഹിക്കണില്ല കേട്ടോ, ഓടണം കിടന്ന്. അപ്പം എല്ലാവരും കഴിക്കി വലുതാവ് വേഗം. ഉള്ളിലുള്ളവരൊക്കെ പുറത്തേക്ക് പോ. എല്ലാവരും പോ. എല്ലാവരും പുറത്തു ഓടിയിറക്കാണ് ഒരു സന്തോഷം. അപ്പൊ ഈ സ്റ്റീവൂട്ടനെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് സ്റ്റീവു. ഭയങ്കര ഇതിലാണ്. ഗ്രേസ് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റീവനല്ല ജെയ്സിന് ഗ്രേസ് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ച് മര്യാദക്ക് പിടിക്കേ, നേരെ പിടിക്കേ, വായിച്ചേ. ഹാപ്പി ബർത്ത്ഡേ ജെയ്സ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞങ്ങള് പോവാൻ പോവാണ്. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ ചേട്ടാ, നമുക്ക് പോവാം. നമുക്ക് അവിടെ നടന്നിട്ട് കയറാട്ടെ. കുറെ തുമ്പികൾ, 1 2 ഒരു തുമ്പി ഇപ്പൊ വരും. ആക്രമിക്കുന്നല്ല, തലയിൽ തൊപ്പിയും വെച്ച് പോവാ. അപ്പൊ റോട്ടിക്ക് വരും. വാ പോവാ. വേണ്ട വാ പോവാ വാ. അപ്പൊ വരും. ചീച്ചി അപ്പ അപ്പ കാട് പറന്നു പോവോ? ഒന്ന് പിടിക്കാം. ഇരിക്കട്ടെ എൻ്റെ ഈശോയെ. ബൈ. പുതിയ സൈക്കിൾ മേടിച്ചാ? ജാസ്മിന്റെ ജെസ്സിന്റെ വീട് അടുത്താണ് കേട്ടോ. ജാസ്മിനൊക്കെ പറഞ്ഞ ചേട്ടനും ചേച്ചിന്ന് ഞാൻ വിളിക്കാറില്ല. അപ്പൊ അവരുടെ വീട് നമ്മുടെ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് വണ്ടിയൊന്നും എടുത്തില്ല. പിന്നെ നമ്മുടെ ഇവരുടെ വീട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ യാത്രയാണ്. ഞങ്ങൾ 4 പേരും കൂടി ആദ്യമായിട്ടാണ് ഈ വണ്ടിമ പോണേ. ഈ വണ്ടിമ
കാറ്റടിക്കണുണ്ടോന്ന് അറിയില്ല. ഈ സാധനം പറന്നു പോവോ? മുറുക്കി പിടിച്ചോട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതേ ജയ്സുവിനെ ഇഷ്ടമുള്ള ടോയ് ഇതിന്റെ ഉള്ളില് ഇഷ്ടമുള്ള ടോയ് മേടിക്കാനുള്ളതാണ്ടാ. അപ്പോട് പറയണം അമ്മേനെയും അപ്പേനെയും കൊണ്ടുപോയിട്ടേ ഇഷ്ടമുള്ള സൂപ്പർ ടോയ് മേടിക്കാനുള്ളതാണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ആന്റി ചേച്ചിന് മേടിച്ചത് ചിലപ്പോ ഇഷ്ടാവില്ലേ? ചേച്ചിന് ഇഷ്ടമുള്ള സൂപ്പർ സാധനം മേടിക്കാനുള്ള കാശ്. ഓക്കെ ഓക്കെ. താങ്ക് യു. ജാസ്മിൻ ജസ്റ്റിനൊക്കെ അവര് പുറത്തേക്ക് അങ്ങോട്ട് പോയേക്കാം. അവനിന്ന് പോവും. അപ്പൊ അതിന്റെ ഷോപ്പിംഗ് ആയിരിക്കാം. പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം. ഡാഡി മമ്മി ഒന്നും വന്നിട്ടില്ലല്ലേ? എത്തിയിട്ടില്ല. എല്ലാവരും പോവാണേന്റെ ഒരു തിരക്കിലാണ്. അമ്മയും അവിടെ അവൻ പോണതിന്റെ പേരിൽ മമ്മി എന്തൊക്കെയോ കുക്ക് ചെയ്യണെന്ന് പറഞ്ഞായിരുന്നു. ചെലപ്പോ എന്തൊക്കെയോ ഉണ്ടാക്കണുണ്ടാവായിരിക്കും. അവിടെ പോയിട്ട് വന്നാലോ? ഇവിടെ കുഞ്ഞിപ്പടകളൊക്കെ ഉണ്ട്. ആരുമില്ലല്ലേ? ഇവർ രണ്ടുപേരും ഉള്ളൂ അല്ലേ? മുകളിലേക്ക് വെക്കായിരുന്നു. ഇത് ഭയങ്കര ടാസ്ക് ആണല്ലോ. ഞാൻ കുറച്ച് കുളിപ്പിച്ചോട്ടെ. വേണ്ട പോടാ. ഉള്ള ശേഷം അടുത്ത് തരാം. ഹാപ്പി ബർത്ത്ഡേ. തൂക്കിട്ടാ മതി. സെല്ലോട്ട് എവിടെ ആയിരുന്നു? ഒരെണ്ണുള്ളൂ. എന്തേലും കൂടി തരാം. കുറച്ച് തരാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തട്ടെ കേട്ടോ. യെസ്, ഒതുക്കോ. ഊതാടെ പ്രഷർ കൊടുക്കുക. അപ്പോ അവിടെ കെട്ടലും പിടിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫുഡ് പരിചയപ്പെടാം. മിസ്റ്റർ ആൽഫ്രഡ്. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ്, ജാസ്മിൻ ചിക്കന്റെ എന്തോ ഫ്രൈ ആണ്. 65 വന്നിട്ടാണോ? മാങ്ങക്കറി. ഇത് കണ്ടിട്ട് അച്ചാറല്ലോ. ഇത് മീൻകറി അല്ലേ? ഓ മറ്റേ ഇത് ഇത് കണ്ടിട്ട് അച്ചാറായിട്ട് തോന്നുന്നു. ഇത് തോരൻ, ഇത് സാലഡ്, ഇത് ചോറ്, ഇത് ഇഞ്ചും പുളിയും കണ്ടിട്ട്. ഇത് മമ്മി സാമ്പിളിൽ കൊണ്ടുവന്ന ബോട്ടി. എനിക്കായിരിക്കും, സാമ്പിളിനായിരിക്കില്ല. വിരലിട്ട് നിന്ന അതെനിക്ക് അമ്മ വേണമെന്നേക്കാൻ എനിക്കറിയാം. അല്ലല്ല, അതെനിക്ക് വേണ്ടി അമ്മ വേണം. അല്ലമ്മ എനിക്ക് വേറെ എവിടെ വെച്ചിട്ടുണ്ടോ? അത് മതി. നീ കൈയിട്ടോ കാലിട്ടോ തിന്നോടോ? അത് അപ്പഴും കഴിച്ചാ? കൈയിട്ട് കഴിക്കാൻ സ്പൂൺ കഴിച്ചൂടെ? കൊള്ളാല്ലേ? ഇത്തിരി ലൈറ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ എന്തൊരു ലൈറ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. സാമ്പിളിന് ചമ്മന്തിപ്പൊടി ഇവന് കൊടുത്തയക്കാൻ വേണ്ടി പാക്ക് ചെയ്തു. എന്തായാലും കൊടുത്തയക്കാണല്ലോ. അവനവിടെ കൊണ്ട് തിന്നുമ്പോ നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് അറിയണ്ടേ? അതാ പിന്നില്ലാണ്ട്. അതിനല്ല അമ്മ തന്നേക്കുന്നത്. അവൻ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൂഫ് കാണിക്കാണ് അല്ലേ? ബർത്ത്ഡേ പോയി ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കാണ്. ചെസ്സിന്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞില്ലേ? രാവിലെ പോയല്ലേ? 5 മണി വരെ വൈകുന്നേരമോ? ചുമന്നാ കൂടി വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് തരൂടാ. അപ്പൊ നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ പോകാറായി. നമ്മുടെ കേക്ക് കേട്ടോ. ഇതിന്റെ പേരെന്താ വെച്ചാ? കേക്കിനൊരു ഡാമേജ് ഒന്നുമില്ല. ആരെയും തോണ്ടിയാണോ? ഈ കേക്കിന്റെ പേരെന്താ?
പേര് മറന്നുപോയി. ഗ്രേസ് നേരെ നിക്ക്, അങ്ങനെ നിക്കല്ലേ, നേരെ നിക്ക്. അല്ലേ റോസ്മേരി കയ്യിൽ ഗിഫ്റ്റ് ഒക്കെ പിടിച്ച് തന്നേക്കണേ. എന്നിട്ടാണ് അതില് കാറൊന്നുമില്ല, അത്രയും വലിയ ഗിഫ്റ്റില് കാറാവാൻ വഴിയില്ല. ഇമ്മാനുവിന്റെ ആര് ഇമ്മാനു മെഴുകുതിരി ഇപ്പൊ കത്തി തീരും. തുടങ്ങിക്കോ. എന്താ 6 ഇങ്ങനെ ഇരിക്കണേ? 6 തലയിരിഞ്ഞുള്ളിരിക്കണേ. അവന്റെ കറക്റ്റാ. ആ അവനും 6. ഓക്കെ 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 തിരിച്ചു തിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജെയ്സ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു ജെയ്സ്, മേ ഗോഡ് ബ്ലെസ് യു ജെയ്സ്, മേ ഗോഡ് ബ്ലെസ് യു ജെയ്സ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ കൊച്ചിൻ തടൂ കേട്ടാ, കേക്ക് തടൂ കേട്ടാ. കൊച്ചിൻ തരും കൊച്ചിൻ തരും കേട്ടാ. ഓ ഡാഡി അമ്മയുടെ കവളത്ത് എനിക്ക് സ്റ്റീവിന് കൊടുത്തോ കൊച്ച്? ഞാൻ അച്ചാച്ചനുണ്ട്, ഞാൻ കൊടുത്തോണ്ട് കൊച്ചിന്. ഹാപ്പി ബർത്ത്ഡേ. ആ കയ്യിൽ കേക്കല്ലേ കൊച്ചിന്റെ? പേപ്പരും മേമയാണ്, വല്യമ്മയും അപ്പൻ ചേട്ടനല്ലേ? ആ അനിയനാണ്. അച്ചാച്ചന് വന്നു. അച്ചാച്ചന് ഓക്കെ. അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് അവസാനിച്ചിരിക്കുന്നു. വീണോണ്ടിരിക്കുന്നു. ആ ചുമരുമ്പോ ബലൂൺ ഒട്ടിച്ചൊടിച്ച് പാടായില്ലേ? എല്ലാ ബർത്ത്ഡേക്കും ഇവിടെ തന്നെ ആക്കിട്ട് ഞാൻ കൈ എടുക്കാം. കേക്ക് മുറിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസിന് സ്പൂൺ വേണോ? മിടു എവിടെ പോയി? മിടു 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 ചൂടാറി പോയാ? ബീഫ് 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 ചിക്കൻ ചിക്കൻ ചിക്കന്റെ പാത്രം, ചിക്കൻ ചിക്കൻ്റെ പാത്രം, ചിക്കൻ അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെക്ക്. പിന്നല്ല പുള്ളിയിലിട്ടോട്ടോ ഒരുമിച്ച്. അതിന് സ്പൂൺ കുഴപ്പമില്ല. ഓ അത് ചൂടാക്കിട്ട് ഇതിലേക്ക് തന്നെ ഇട്ടാ മതി. എന്താ സഹകരണം നമുക്ക് തിന്നണ്ടല്ലേ? കേക്ക് കഴിച്ചാ ഇല്ല, ഉണ്ടല്ലേ? ഇതാണ് ചൂടായിക്കോട്ടെ.
എനിക്കൊരു പാത്രത്തിൽ സ്പൂൺ ഇട്ട് തരോ എന്നിട്ടാ കേക്ക്? ആ എടുത്തോട്ടെ സ്പൂണ്. വീട്ടിൽ കൊണ്ടുപോയില്ല. അവർക്ക് കൊടുത്താൽ എനിക്കിത്ര വേണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു സ്പൂൺ തന്നോ. ഓ അത് കിട്ടുന്ന കേൾക്കണ്ട. എനിക്ക് ഇതും കൂടി അതിനടിച്ചോളാം. കൊച്ചിനും അമ്മ കഴിക്കണ്ട. കണ്ടാ റോസ്മേരി വരെ പറഞ്ഞു തുടങ്ങി അമ്മ കഴിക്കണ്ടെന്ന്. കൂടുതലല്ല സ്കെച്ച് ബാനോട് വരച്ചേക്കുന്ന എന്റെ അതല്ല കൊച്ചിന്റെ സ്പൂണാ പറഞ്ഞേ. ചില സ്പൂണല്ലേ. അപ്പൊ അങ്ങനെ ദേ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്. വീട് കൊച്ചങ്ങൾക്കൊക്കെ ചോറ് കൊടുക്കണുള്ളൂ. എന്നോടൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദേ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് ബോട്ടിക്കറി, അച്ചാറ്, മീൻ പറ്റിച്ചത്, ബീഫ്, ചിക്കൻ, മാങ്കറി, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായല്ലോ. എന്ത് ഒരു പാത്രം. ആ ഇത് ഇഞ്ചിമുളിയല്ലേ? ചമ്മന്തിയാണ്. അപ്പോൾ സൂപ്പർ ചമ്മന്തിയും ഇട്ടിട്ടുണ്ട്. ബീഫ് എടുത്തു ബാക്കി അല്ലാതെ സാലഡ് എടുത്തല്ലോ. സാലഡ് കഴിഞ്ഞിട്ട് എടുക്കുക, അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല. ചമ്മന്തിപ്പൊടി വാട്ടർ വേണോ? പിടിച്ചോളൂട്ടോ. ജാസ്മിൻ ചേച്ചിയുടെ പുതിയ ക്ലാസ്സാ പറഞ്ഞിട്ടുള്ളൂ. എടാ ഇത് കഴിഞ്ഞിട്ട് എടുത്തോളാ. ഞാൻ ഇവിടെ നിന്നിട്ട് തിന്നിട്ട്. അപ്പൊ എല്ലാവരും എന്ത് ഭക്ഷണം കഴിക്കുന്നു. മിടു ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് പോവും. അങ്ങനെ പിടിച്ചേക്ക് എത്തി ഭക്ഷണം കഴിക്കാനായിട്ട്. കൊള്ളാം, സൂപ്പറാണ്. നല്ല എല്ലാം സൂപ്പറാണ്. എല്ലാ ഭക്ഷണം നല്ല അടിപൊളിയാണ്. അപ്പൊ അതേ ഞങ്ങള് പോവാണ്. ശിവൂട്ടാ വാ പോവാ വാ. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്ട്. അപ്പൊ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. എന്നിട്ടത് ആമസോൺ എന്തൊരു സാധനം. പവർ ബാങ്ക്. ഓ ചേട്ടൻ അവിടെ ഇതിനേക്ക് ഓർഡർ ചെയ്ത് തന്നത്. അമ്മ ഇപ്പൊ വരാട്ടാ. ശിവന് ഉറക്കം വന്നോളിങ്ങനെ. എന്റെ അമ്മ ഇപ്പൊ എടുക്ക. ഗ്രീസ് അമ്മയുടെ ഹെൽമെറ്റ് ഒന്ന് പിടിച്ചോട്ടാ. എന്തൊരു സാധനം. എന്നിട്ടത് ഇത് ആംബിയറിന്റെ പവർ ബാങ്ക്. ഇത് ഐഫോണിൽ മാത്രം വെക്കാനുള്ള. അങ്ങനെയൊന്നുമില്ല. ഇതാണല്ലോ കൊടുത്താണ്. മാക്സ് സേഫ് ഉണ്ട്. അതായത് വയർലെസ് ചാർജ് ചെയ്യാം. ഇതിന് 1100 കേട്ടോ. അമ്മ എടുക്കാം എടുക്കട്ടെ. അപ്പ ഇതാണ് സാധനം. ഗ്രേസ് ഒന്ന് പിടിക്കോ? അപ്പൊ എന്നെ കാണണട്ടോ. തരുമോ എനിക്ക്? കീ വണ്ടിയിലടി. വണ്ടി നിർക്കോ. പൊട്ടിച്ചാൻ കാണണ്ട. നീ കാണിക്കണ്ട. ഇതിലെൻ്റെ കേബിളുണ്ട്. ഇതാണ് സാധനം. വയർലെസ് ചാർജിങ് എല്ലാനും ഉണ്ട്. പക്ഷേ സ്വിച്ച് ഒന്നും ഇല്ലണ്ടല്ലോ. ഞാനിപ്പോൾ എടുക്കും വണ്ടി. പിന്നെ മുകളിൽ ഒട്ടിക്കാനായിട്ട് ഒരു വയർലെസ് സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിന്റെ ഫോൺ എന്റെ ഫോൺ എവിടെയാ? ആ സൈഡിൽ ഒന്ന് എടുത്തോണ്ടേ. ചാർജ് കയറണ്ടെന്ന് അറിയാനാ. അപ്പോൾ ഇതാണ് ഒരു പവർ ബാങ്ക്. പിന്നെ ഇത് MIയുടെ വേറൊരു പവർ ബാങ്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കവറാണിത്. ഇതൊന്ന് കാണിക്കട്ടെ. പെട്ടെന്ന് പറയണ്ടേ. ഇത് വേറൊരു പവർ ബാങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കവർ. ഗ്രേസ് കാണിക്കടി. കാണില്ല. ഗ്രേസ് ഒന്ന് ക്യാമറ മര്യാദയ്ക്ക് പിടിക്കേ. ഒന്ന് പൊക്കിയ കൊച്ചി. ഇതൊന്ന് പിടിച്ചേട്ടാ. എനിക്ക് ഇവനെ കൂട്ടി പിടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വെക്കാം. പൊക്കി കാണിച്ചു കൊടുക്കാം. ചാർജ് കയറണം. അതായത് ഇതിങ്ങനെ ഇങ്ങനെ എടുക്കാം, വെക്കാം. മാഗ്നറ്റ് ചാർജ് കയറണം. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ് ഒന്നല്ല കേട്ടോ. മുകളിൽ കേസ് ഇട്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സാധനം ഒട്ടിക്കണോ? അതിന്റെ കൂടെ ഒരു സാധനം വന്നിട്ടുണ്ട്. അറിയില്ല. എന്തായാലും ചാർജിങ് കിടക്കുന്നുണ്ട്. ഇത് കൊള്ളാം. എന്തായാലും മിടുവിൻ്റെ ഫോണിൽ നിന്ന് ചാർജ് ആവട്ടെ. ഇനി ഇത് കാണിച്ചു തരാം. ഇത് MIയുടെ നോർമൽ കോമൺ ആയിട്ട് കുറേ പേര് ഉപയോഗിക്കുന്ന സാധനം ആയിരിക്കണത്. ഞാൻ പലവരുടെ കയ്യിലും കണ്ടിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിക്കാം.
ഇത് ഇതേപോലെ തന്നെ മൊബൈലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ ഏതാ? ഫോട്ടോ ഇതേ മുകളിൽ കാണും. അതെന്തോ ടാബ് പോലെ ഉണ്ട്. ടാബല്ല, ഇതുണ്ടോ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ പിടിച്ചോ? 200 mAh ആണ്. പിടിച്ചു നോക്കട്ടെ. വെയിറ്റ് ഇല്ലല്ലോ. വെയിറ്റ് ഇല്ലേ? ഓ, നീ ഭയങ്കര സ്ട്രോങ്ങാ. ഇതിന് സ്വിച്ച് ഒക്കെ ഉണ്ട്, ഇതേ സൈഡിൽ സ്വിച്ച് ഉണ്ട്. ഒരു കട്ടേ ചാർജ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഷവോമിയുടെ ആണ്, 20000 mAh. ഇതിന് 2700 വില വന്നു. നേരത്തെ കാണിച്ചതിന് 1199 1199 അങ്ങനെ ഉണ്ടായിരുന്നു വില. ഓഫറിൽ കിട്ടിയത്. പിന്നെ ഇതിൻ്റെ കവറും ഇത്രയാണ്. പിന്നെ ഒരു വയർലെസ് ചാർജറും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചാർജർ മീൻസ് ഫോണൊക്കെ വെക്കാൻ പറ്റിയ ഒരു റിങ്ങും. ഞാനേ മറ്റേ പവർ ബാങ്കിൻ്റെ വില പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. 1799 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് 2700 എന്നാന്ന് തോന്നുന്നു. 1799 രൂപ MIയുടെ പവർ ബാങ്കിൻ്റെ വില വന്നു. 20000 mAh. സംഭവങ്ങളെല്ലാം വർക്കിംഗ് ആണ്, സൂപ്പറാണ്. നമ്മുടെ വയർലെസ് ചാർജറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോണിന് അത്യാവശ്യം റഗ്ഗഡായിട്ടുള്ള വലിയ കവറാണുള്ളത്, ഷോക്ക് പ്രൂഫൊക്കെ ആയിട്ടുള്ള. എന്നാലും ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ സംഭവം ചാർജ് ആവുന്നുണ്ട്. ആവണില്ലല്ലോ, നേരത്തെ ആയിരുന്നു. ആവുന്നുണ്ട്. കണ്ടോ, ചാർജിങ് ഉണ്ട്. എത്ര സ്ട്രോങ്ങിലാവും എന്ന് എനിക്കറിയില്ല, എന്തായാലും ചാർജിങ് കാണിക്കുന്നുണ്ട്. ഇത്ര സ്ട്രോങ് വലിയ കവർ ഇട്ടിട്ട് പോലും. പോയാ അത് ഈ സാധനം ഇതിൻ്റെ ഫോണിൻ്റെ പിന്നിൽ ഒട്ടിക്കണം, എന്നാലേ കറക്റ്റ് മാഗ്നറ്റ് പിടിക്കുള്ളൂ. കാരണം ഇതൊന്നുമില്ല ഇതിൻ്റെ പിന്നിൽ, അതുകൊണ്ടാണ്. ഒന്നുമില്ല, വെറുതെ ഫോൺ കൊണ്ട് വയ്ക്കുക, ചാർജ് ആക്കാം. സൂപ്പറല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് വയർലെസ് ചാർജ് യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇവിടുത്തെ സ്ഥലത്തിനോട് അങ്ങോട്ട് യോജിച്ചിട്ടില്ല. ആൾക്കാർ ഈ ഏരിയ വിട്ട് അധികം പുറത്തേക്കൊന്നും ഈ ഏരിയയിലേക്കൊന്നും ഇങ്ങനെ വന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കണേ. നമ്മുടെ ചെക്കനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ചെക്കൻ അവരുടെ കാര്യമൊക്കെ നോക്കി സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇവള് ഭയങ്കര സാധനം, ഇവള് കൊത്തണുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിട്ട്. ഇവളും വേറൊരു പുള്ളിയും കൂടി ഉണ്ട്. 2 പേര് വരെ കൊത്തണുണ്ട്, ബാക്കി ആരും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പേരവിടെ ഉള്ളിൽ കയറി നിൽക്കണ്ട്. ഡാ 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 ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ അതേ വൈകുന്നേരം സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇനി ആൾക്കാരൊക്കെ കൂട്ടി കയറ്റണം, കയറിയില്ലെങ്കിൽ. അപ്പോൾ ഇനി നിങ്ങളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ ഏരിയയിലൊക്കെ വീണ്ടും നിറയെ കോഴി കാഷ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇത്രയും ക്ലീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇവിടെയൊക്കെ ഇവരുടെ സാമ്രാജ്യമായിരിക്കും. ഇതൊക്കെ ക്ലീനാക്കി കൊടുക്കണം ഇവർക്ക്. ഈ ബോക്സുകൾ ഇതൊക്കെ മാറ്റി ഇവർക്ക് ഇനി കളിക്കാനുള്ള സ്ഥലമാക്കി ഇവിടെ എല്ലാം റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ജോൺ എല്ലാവരും കാര്യമായിട്ട് നോക്കണമൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ പോകുന്നു. ഇവനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമുണ്ടോ. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും കാക്കിയോ പരുന്നൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. പരുത്തിനൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി കുഞ്ഞുങ്ങളെ എടുക്കാം. പക്ഷേ ഇവനിവിടെ ഉണ്ടെങ്കിൽ ഒരാളെയും ഉള്ളിലേക്ക് ഇവൻ കയറ്റില്ല. അങ്ങനത്തെ കാര്യത്തിൽ ഇവൻ പക്കയാണ്. പിന്നെ വല്ല കിടന്ന് ഉറങ്ങണ സമയമൊക്കെ ആയിരിക്കണം. എന്നാലും ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല ആരും. മക്കളതിന് എൻ്റെ കാലം വന്ന് നോത്തണേ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തോളും. വീഡിയോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതാരും. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. കമൻറ്റുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക. ഞങ്ങളെല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് എത്താത്തതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ കിട്ടാതെ കേട്ടോ.
അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.